ഇവിടെ ഡൽഹിയിൽ 2 ആഴ്ച മുന്നെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ അറസ്റ്റ് ചെയ്തത്. 7.85 കോടിയാണ് ആള് ഫ്രോഡ് ചെയ്ത എമൗണ്ട്. പുള്ളി എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഫ്രോഡ് ചെയ്തതെന്ന് നോക്കാം. എല്ലാ മാസവും ക്ലെയിംസിന് വരുന്ന ഒരു പ്രോബ്ലമാണ് GST അടക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ GST അടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ട് ആ എമൗണ്ട് ബാക്കി എത്രയാണോ അത് അടക്കണം. ഇവിടെ ഈ CA എന്ത് ചെയ്തു? 80 ഷെൽ കമ്പനീസ് പുള്ളി ഉണ്ടാക്കി. അതും ഡിഫറൻ്റ് ആയ ആൾക്കാരുടെ പേരിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള 80 GST രജിസ്ട്രേഷൻസ് പുള്ളി എടുത്തു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യും? ഈ 80 കമ്പനികളുടെയും GST റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യും. GST ബാധ്യത ആർക്കും വരില്ല, കാരണം ഔട്ട്പുട്ടിന്റെ ഈക്വൽ ആയിട്ടാണ് ഇൻപുട്ട് വരിക. ഈ 80 GST രജിസ്ട്രേഷനുള്ള എൻറ്റിറ്റികളിൽ മോസ്റ്റ് ഓഫ് ദി എൻറ്റിറ്റിയും വെറും പേപ്പറിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആക്ച്വലി ഒരു സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഇനിയാണ് കഥ തുടങ്ങുന്നത്. പുറത്തുള്ള ഒരു റിയൽ എൻറ്റിറ്റി ഇനി ഇയാളുടെ അടുത്തേക്ക് വരികയാണ്. ആ കമ്പനിക്കാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഒരു 10 ലക്ഷം രൂപ GST അടക്കാനുണ്ട് ആഫ്റ്റർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മുടെ ആൾ എന്ത് പറയും? ഓക്കെ, 10 ലക്ഷം അല്ലേ, ഇത് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് 80 കമ്പനി ഇവിടെ ഉണ്ട്, അപ്പോൾ ഇതിൽ പല കമ്പനികളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ബില്ലുകൾ അടിച്ചിട്ട് ഈ ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്ത് തരാം. അപ്പോൾ എന്തായി? ക്ലയൻറ്റ് ഹാപ്പിയായി. 10 ലക്ഷം രൂപ ആൾ ക്യാഷ് ആയിട്ട് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പുള്ളിക്ക് എന്താണ് ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയും? ഇപ്പോൾ 7.85 കോടി രൂപയാണ് മൊത്തമായിട്ടുള്ള ഫ്രോഡ് എമൗണ്ട്. ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 75 lakh ആയി. പ്ലസ് GST ഫയലിംഗ് ഫീ, മന്ത്ലി സർവീസ് ഫീ ഒക്കെ പുള്ളി ചാർജ് ചെയ്യും. ഈ കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ ബൈ ഹാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സോ GST ഒന്നും വരുന്നില്ല. ഇനിയാണ് അടുത്ത മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. എങ്ങനെ ഇയാളെ പിടിച്ചു നോക്കാം?